സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ്. ഈ മഴയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൊല്ലം പുനലൂരിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ലോറിക്ക് മുകളിൽ വീണ് ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. മലപ്പുറത്തേക്ക് പോയാൽ അവിടെ പാണ്ടിക്കാട് GMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. മൂവാറ്റുപുഴയിൽ കനത്ത നാശനഷ്ടമാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. അടുത്ത 3 മണിക്കൂറിൽ മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളും മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വള്ളാലത്തും നിലവിലെ മഴ സാഹചര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആദ്യം ഷമീറിലേക്കാണ്. ഷമീർ, ഈ സംസ്ഥാനത്തൊട്ടാകെ തന്നെ പലയിടങ്ങളിലും ശക്തമായ മഴ നിലനിൽക്കുന്നു. ഇപ്പം കൊല്ലത്ത് ഈ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ലോറിക്ക് മുകളിൽ വീണ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഷമീർ? സേതുലക്ഷ്മി, ഉച്ചയോടുകൂടിയാണ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ ആരംഭിച്ചത്. മഴയും കാറ്റുമാണ് ആരംഭിച്ചിട്ടുള്ളത്. മഴയ്ക്ക് അല്പം ശമനം നേരിട്ടെങ്കിൽ പോലും ഒരു അപകടമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഒരു ട്രെയിലർ ലോറിക്ക് മുകളിലേക്ക് വീണാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷേ ഈ ലോറിക്കുള്ളിൽ ആദ്യഘട്ടത്തിൽ ആൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഈ ലോറി ഉടമ അവിടെ എത്തുകയും അതിൽ ജീവനക്കാരനുണ്ട് എന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഈ കൂറ്റൻ കോൺക്രീറ്റ് പാറകൾ, അതിന്റെ മുകളിൽ വീണ പാറകൾ അത് നീക്കം ചെയ്യാൻ അല്പം കാലതാമസം നേരിടുകയാണ്. എന്തായാലും ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പുനലൂർ നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന്റെ പുറകുവശത്തായിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അപകടം അറിഞ്ഞ് നിരവധി ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാനും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും കാറ്റും മഴയും ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഈ കോൺക്രീറ്റ് ഭിത്തി ഈ ലോറിക്ക് മുകളിലേക്ക് പതിച്ചത് എന്നാണ്. അവിടെ ഈ അപകട സമയം ഈ ലോറി അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നോ? അതായത് ഈ കോൺക്രീറ്റ് ഭിത്തി ഉണ്ടായിരുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തായി ഒരു സർവീസ് സെന്റർ ഉണ്ട്. ആ സർവീസ് സെന്ററിൽ സർവീസിനായി നിർത്തിയിട്ടിരുന്ന ട്രെയിലർ ലോറിക്ക് മുകളിലേക്കാണ് ഈ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു വീണത്. ഒപ്പം ഈ തൊഴിലാളി ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ടാണ് അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും ഉച്ച മുതൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്യുകയാണ്. കുളത്തൂപ്പുഴയിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് കുളത്തൂപ്പുഴ ചെങ്കോട്ട പാതയിൽ ഒരു കൂറ്റൻ മരം കടപുഴകി വീണ് ദേശീയപാതയിൽ അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഈ അവസരത്തിൽ പുറത്തു വരുന്നു. എന്തായാലും JCB ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ആളിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? പേരുവിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസ് ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഇതിലെ ജീവനക്കാരൻ മാത്രമാണ്. പേരുവിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ലോറിക്കുള്ളിൽ ഉള്ള ആളെ ജീവനോടുകൂടി തന്നെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നൊരു വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പോലീസ് നടത്തുന്നത്. തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായോ ഷമീർ? ഏതാണ്ട് 25 മിനിറ്റ് പൂർത്തിയാകുന്നു ഈ ദൗത്യം തുടങ്ങിയിട്ട്. ആദ്യഘട്ടത്തിൽ ലോറിക്കുള്ളിൽ ആൾ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നീട് ആണ് ആ സർവീസ് സെന്ററിലടക്കം ജീവനക്കാർ പറഞ്ഞത് ഉള്ളിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും അത് ഈ കൂറ്റൻ പാറകൾ നീക്കം ചെയ്താൽ മാത്രമേ ആളിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആളുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എന്തായാലും കൂടുതൽ JCB എത്തിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. എന്തായാലും പുനലൂർ പോലീസും ഫയർഫോഴ്സ് 2 യൂണിറ്റും സംഭവ സ്ഥലത്ത് എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. എന്തായാലും ജീവനോടുകൂടി തന്നെ ആളിനെ പുറത്തെത്തിക്കാൻ കഴിയും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് അധികൃതർ ഉള്ളത്. എന്തായാലും മഴയ്ക്ക് ശമനം വന്നതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ ആരംഭിച്ചത്. കിഴക്കൻ മലയോര മേഖലയിൽ നമുക്കറിയാം എല്ലാ കാലഘട്ടങ്ങളും മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ വളരെ വേഗത്തിൽ കാറ്റും മഴയും ഉണ്ടാകാറും നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി വളരെ വേഗത്തിൽ ഈ കെട്ടിടത്തിൽ ഈ ലോറിക്ക് മുന്നിലേക്ക് പതിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. വളരെ വേഗത്തിൽ നടന്നൊരു അപകടം. സർവീസ് സെന്ററിൽ ആള് കുറവായിരുന്നതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു. അതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. എന്തായാലും മഴയായതിനാൽ തന്നെ ആളുകൾ മാറി നിൽക്കുന്ന സമയത്താണ് ഈ ലോറിക്കുള്ളിൽ
ഈ ലോറിയിലെ ജീവനക്കാരൻ അകപ്പെട്ടു പോയത്. എന്തായാലും ജീവനോടുകൂടി തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നത്. ചെയ്തു. ഓക്കെ ഷമീർ, ശരി. അപ്പോൾ എത്രയും വേഗം തന്നെ ആ ദൗത്യം പൂർത്തിയാക്കി വാഹനത്തിനുള്ളിലുള്ള ആളിനെ ജീവനോടുകൂടി തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, ദൗത്യം വേഗം പൂർത്തിയാകട്ടെ. നമുക്കിനി മധ്യ കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറത്തെ ഒരു മഴ സാഹചര്യം കൂടി നോക്കണം. ശാന്തകുമാർ വെള്ളാലത്ത് കൂടി തുടരുന്നുണ്ട് നമുക്കപ്പം. ശാന്തകുമാർ, എന്താണ് മലപ്പുറത്തെ സാഹചര്യം? സേതു, മലപ്പുറത്തെ ഉച്ചയോട് കൂടിയ വലിയ തോതിലുള്ള കാർമേഘം നിറഞ്ഞ അന്തരീക്ഷം തന്നെയായിരുന്നു. അതിനിടയിലാണ് വൈകിട്ട് 4 മണിയോടെ മഴ ശക്തമായത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പാണ്ടിക്കാട് ടൗൺ ഗവൺമെന്റ് LP സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണത്. ആ മേൽക്കൂര ഏകദേശം 3000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് മുകളിലാണ് ക്ലാസ് മുറികൾക്ക് മുകളിലുള്ള ഈ മേൽക്കൂരയുള്ളത്. അത് താൽക്കാലികമായി ഈ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതാണ് പൂർണ്ണമായും താഴേക്ക് പതിച്ചത്. ആ കെട്ടിടത്തിന്റെ ഏകദേശം 8ലധികം തൂണുകളും താഴത്തേക്ക് പതിച്ചു. ഈ സ്കൂളില്ലാത്തതും മറ്റ് ആളുകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. തൊട്ടപ്പുറത്ത് തന്നെ പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ ഒരു ബഡ്സ് സ്കൂളുണ്ട്. ആ സ്കൂളിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അവിടുത്തെ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ആ കെട്ടിടത്തിനകത്തായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും മഴ ഒരു അരമണിക്കൂർ നേരം ശക്തമായ മഴ ഉണ്ടായിരുന്നു. അത് വലിയ നാശം തന്നെയാണ് മലയോര മേഖലയിലാകെ വിതച്ചിരിക്കുന്ന മലപ്പുറത്ത്. സേതു, ശരി ശാന്തകുമാർ. ഓക്കെ, ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു പൊതുവിലെ മഴ സാഹചര്യമാണ് നമ്മൾ പരിശോധിച്ചത്. അത്യാവശ്യം എല്ലായിടത്തും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും നല്ല മഴയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മധ്യ കേരളത്തിൽ പലയിടത്തും ഈ മൂവാറ്റുപുഴയിലൊക്കെ ഒരു കാർ ഷോറൂമിൻ്റെ മേൽക്കൂരയൊക്കെ പറന്നു പോകുന്ന തരത്തിലുള്ള നല്ല മഴ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ അത്യാവശ്യം നല്ല ഇടിയും മിന്നലും ഒക്കെയുള്ള മഴയാണ് എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടും നിലനിൽക്കുന്നത്. അങ്ങനെ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ച പോലെ തന്നെ അത്യാവശ്യം ഒറ്റപ്പെട്ട ശക്തമായ ഇടിമിന്നലോടുകൂടിയുള്ള മഴ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം കൊല്ലത്ത് നിന്ന് നമുക്ക് കുറച്ച് മുൻപ് ഷമീർ പറഞ്ഞതാണ്. പുനലൂരിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ലോറിക്ക് മുകളിൽ വീണ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. എത്രയും വേഗം ആ ദൗത്യം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം.